മലബാറിൽ മാത്രമല്ല നല്ല അടിപൊളി ബിരിയാണി കിട്ടുക അങ്ങ് മൂന്നാറിലുമുണ്ട്. മാട്ടുപ്പെട്ടി മുതൽ എക്കോ പോയിന്റ് അപ്പുറം വരെ നിരവധി ബിരിയാണി വഴിയോര കച്ചവടമുണ്ട്. ഏറ്റവും ആദ്യം ഇവിടെ ബിരിയാണി കച്ചവടം തുടങ്ങിയത് ഉമേഷ്, ഉഷ എന്ന 2 സഹോദരങ്ങളാണ്. ഇവരുടെ ബിരിയാണിയുടെ രുചിക്കൂട്ടിന് ഒരു അതിജീവനത്തിന്റെ കഥ കൂടി പറയാനുണ്ട്. അപ്പോൾ രുചിക്കൊപ്പം ആ കഥ കൂടി അറിയാം. കാഴ്ചകൾ മാത്രമല്ല, രുചിക്കൂട്ടിന്റെ കലവറ കൂടിയാണ് മൂന്നാർ. ഈ മൂന്നാറിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതാണ് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് മേഖല. ഇവിടേക്ക് എത്തിയാൽ എന്ത് കഴിക്കും എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമാണ് ഒരു 2 സഹോദരങ്ങൾ നൽകുന്നത്. നല്ല ചൂട് ബിരിയാണി കിട്ടും. അപ്പം ഈ ബിരിയാണിയുടെ രുചിക്കൂട്ട് മാത്രമല്ല, അവർക്ക് ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടിയുണ്ട്. ആ കഥയും ബിരിയാണിയുടെ രുചിയും അറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങൾ. ചൂട് ബിരിയാണിയാണ്, കേരള ബിരിയാണിയാണ്. ഇതാണ് നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബിരിയാണി കട. വഴിയോരത്ത് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിനൊക്കെ സമീപത്താണുള്ളത്. ഇവരുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇങ്ങനെ പേരെങ്ങനെയാ? ഉഷ. എൻ്റെ പേര് ഉമേഷ്. ഇവർക്ക് ഒരു വലിയ കഥ പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബിരിയാണിയുടെ രുചിക്കൂട്ടൊക്കെ ഒന്ന് കണ്ട് അറിഞ്ഞു വരാം. ബിരിയാണി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. ഇപ്പം എന്നാലും നമ്മൾ കഴിച്ചിട്ട് അടിപൊളിയാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ കഴിക്കുന്നുണ്ട്. അവരോടും കൂടെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. കൊള്ളാം, അടിപൊളിയാ, അടിപൊളിയാ, കൊള്ളാം, സൂപ്പറാ, അടിപൊളിയാ, കുഴപ്പമില്ല, നല്ലതാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട്. ഞങ്ങൾ സ്ഥിരം. കൊള്ളാം, നല്ല ബിരിയാണി സ്ഥിരം കഴിക്കുന്നത്. അതെ അതെ, കൊള്ളാം കൊള്ളാം, നല്ല ബിരിയാണി. അപ്പം എങ്ങനെയാണ് ഈ ബിരിയാണി കച്ചവടത്തിലേക്ക് വന്നത്? ഞങ്ങൾ ആംഗ്ലം മംഗളമാണ്. അപ്പോൾ എനിക്ക് നേരത്തെ റിസോർട്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോവിഡ് വന്ന് ഇതെല്ലാം നമുക്ക് അടഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം മുമ്പോട്ട് പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പരിപാടി ഒന്ന് ചെയ്തു നോക്കിയത്. ആദ്യം ഭയങ്കര ഫെയിലായിപ്പോയി. കൊണ്ടുവന്നു, അതും ഒന്നും ചിലവായില്ല, തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2022 നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ വിളമ്പി പ്ലേറ്റിലൊക്കെ കൊടുക്കാൻ പാകത്തിന് വന്നത്. ആദ്യം ഞങ്ങൾക്കൊരു 800 ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത് മാറി പുതിയ വണ്ടി എടുത്തു. കുറച്ചും കൂടെ നല്ല രീതിയിലായി. ഇനി വീണ്ടും നല്ല രീതിയിൽ പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായിരുന്നാലും ഇവരുടെ കഥ കേട്ടില്ലേ? ഇതാണ് ജീവിതത്തെ ഒന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ ബിരിയാണി കച്ചവടം. അതുപോലെ മനോഹരമായ ഒരു രുചിക്കൂട്ട് ഇവിടെ എത്തുന്നവർക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.